മോഹൻലാൽ നായകനെ എത്തിയ തുടരും 22-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വെള്ളിയാഴ്ച സിനിമയുടെ ഇതുവരെ മോർണിംഗ് സെക്ഷനിലെ പ്രകടനം നമുക്കൊന്ന് നോക്കാം. അതായത് 815ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ആയിരിക്കും സിനിമയ്ക്ക് ഇന്ന് വരാൻ പോകുന്നത്. അതെ, ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ടായിരിക്കാം ഇന്ന് വൈകുന്നേരം നമുക്ക് വരാൻ പോകുന്നത്. ഇതുവരെ 815ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 30,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നത്. അഡ്വാൻസ് സെയിലും ഒക്കെ കൂടിയാണ്. 49 ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് രാവിലെ 10 മണി വരെയുള്ള കളക്ഷൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. അതും 13% ഓക്യുപ്പൻസിയിൽ. 22-ാം ദിനം ഓടുന്ന ഒരു ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകരണം നമുക്ക് നോക്കിയാൽ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിലൊന്ന് പരിഗണിക്കാം. എന്തായാലും ഇന്ന് ഫൈനലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2.5 കോടിയോളമായിരിക്കും. ഇന്നലെ വരെയുള്ള സിനിമയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലുള്ള സിനിമയുടെ ഇടിവിനേക്കാൾ മുകളിലേക്ക് പോകുന്ന ഒരു കാര്യമായിരിക്കാം. അതായത് ഇന്ന് റെക്കോർഡ് കളക്ഷനിലേക്ക് പോകും. ഇന്നലെ സിനിമയ്ക്ക് വന്നത് 1,66 ലക്ഷം രൂപയാണെങ്കിൽ ഇന്ന് 2.5 കോടിക്ക് മുകളിലായിരിക്കാം. ഇന്നലത്തെ ആ ഒരു സ്പ്ലിറ്റപ്പ് നമുക്ക് ഒന്ന് നോക്കാം. തിരുവനന്തപുരത്ത് 136 ഷോകളിൽ നിന്ന് 8,620ഓളം ആളുകൾ കണ്ടപ്പോൾ 14 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് ലഭ്യമായത്. കൊല്ലത്ത് 75ഓളം ഷോകളിൽ നിന്ന് 6,776ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 11 ലക്ഷത്തിന് രൂപയ്ക്ക് അടുത്താണ് സിനിമയ്ക്ക് ലഭിച്ചത്. പത്തനംതിട്ടയിൽ 24 ഷോകളിൽ നിന്ന് 2,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 3,50,000 രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നു. ആലപ്പുഴയിൽ 53 ഷോകളിൽ നിന്ന് 6,500ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 10,30,000-ന് മുകളിലാണ് അവിടെ നിന്ന് കളക്ഷനായി വന്നത്. കോട്ടയത്ത് 57 ഷോകളിൽ നിന്ന് 8,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 12.5 ലക്ഷം രൂപയോളമാണ് വന്നത്. ഇടുക്കി 27 ഷോകളിൽ നിന്ന് 2,900-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 4.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നു. എറണാകുളത്ത് 175ഓളം ഷോകളിൽ നിന്ന് 14,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 25 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി വന്നത്. തൃശ്ശൂർ 141 ഷോകളിൽ നിന്ന് 10,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 15 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷനായി വരികയും ചെയ്തു. പാലക്കാട് 83 ഷോകളിൽ നിന്ന് 6,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 9 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് കളക്ഷൻ വന്നത്. മലപ്പുറത്ത് 77 ഷോകളിൽ നിന്നായി 5,500ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ അവിടെ 7 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി വന്നത്. കോഴിക്കോട് 111ഓളം ഷോകളിൽ നിന്ന് 10,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 17 ലക്ഷത്തോളം കളക്ഷൻ വന്നു. കോഴിക്കോട് വേറിട്ട് തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂരൊക്കെ വേറിട്ട് നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഇടിവ് വരുന്ന സമയത്ത് ഇവിടെ ഓക്യുപ്പൻസി കൂടിക്കൊണ്ടിരിക്കുന്നു. 40%-ഓളമാണ് ഓക്യുപ്പൻസി വരുന്നത്. നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ എറണാകുളത്ത് 30%-നടുത്ത് ഓക്യുപ്പൻസി ഉള്ളപ്പോഴാണ് ഇവിടെ 41%-ത്തിലേക്ക് എത്തിയത്. വയനാട് നമുക്ക് 24 ഷോകളിൽ നിന്ന് 2,000-ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 2,90,000-ന് മുകളിലുള്ള എമൗണ്ട് വരികയും 44% ഓക്യുപ്പൻസി കാണാൻ കഴിയുകയും ചെയ്യുന്നു. കണ്ണൂർ 75ഓളം ഷോകളിൽ നിന്നായി നമുക്ക് 7,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 11 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. അവിടെയും 40%-ന് മുകളിലാണ് ഓക്യുപ്പൻസി. കാസർഗോഡ് 17 ഷോകളിൽ നിന്ന് 1,700ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വരികയും ചെയ്തു. 1,065ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 94,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുന്നു. 1,45,000-ഓളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ. 29.5% അവർ ഓക്യുപ്പൻസി പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ കളക്ഷൻ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ 1,66 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ നേടിയിരിക്കുന്ന 104 കോടിയാണ്. ഇന്നത്തോടു കൂടി സിനിമ 106-107 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 214 കോടിയോളമാണ് 21 ദിവസത്തെ കളക്ഷനായി വന്നതെങ്കിൽ ഇന്നത്തോടെ സിനിമ 218-220 ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്തായാലും ശനി ഞായർ കൂടെ കൂടുമ്പോഴത്തേക്ക് സിനിമ 225 കോടിയും കടന്ന് 230 കോടിക്ക് മുകളിലേക്ക്, അല്ലെങ്കിൽ 250 കോടിക്ക് വളരെ അടുത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. സമീപകാലത്തൊന്നും ഒരു സിനിമയ്ക്ക് കാണാത്ത ലെവലിലുള്ള റിപ്പോർട്ടുകൾ വരികയും അത് മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അതെ, ഇങ്ങനെയുള്ള സിനിമകൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രൊമോഷനോ ഒന്നും തന്നെ ആവശ്യമില്ല, വലിയ ബഡ്ജറ്റിൻ്റെ ആവശ്യമില്ല, 100-200 കോടിയും മുടക്കേണ്ട കാര്യങ്ങളുമില്ല, ഒരുപാട് ആളുകളെ കുത്തിക്കയറ്റേണ്ട കാര്യങ്ങളുമില്ല. പക്ഷേ നല്ല സിനിമ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഗംഭീരമാകുമെന്നുള്ളതിൻ്റെ ഒരിക്കൽ കൂടിയുള്ള ആ ഒരു തെളിവാണ് ഈ ഒരു സിനിമ. കേരള ബോക്സ് ഓഫീസിൽ നിന്നൊരു സിനിമ 100 കോടി അടിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ മലയാളി ഒരിക്കലും ചിന്തിക്കാത്ത ലെവലിലുള്ള ഒരു റേഞ്ചിലേക്ക് മാറുന്നു. 100 കോടിയും കടന്ന് 105 കോടിയും കടന്ന് 110 കോടിയിലേക്ക് സിനിമ കുതിക്കുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്, നല്ല സിനിമ തരൂ, പ്രേക്ഷകർ അത് ഏറ്റെടുക്കുമെന്നുള്ളത്. അല്ലാതെ തള്ളുകണക്കുകൾ വേണ്ട, ഒരുപാട് പ്രമുഖ വ്യക്തികളെ ഈ സിനിമയിൽ വേണ്ട, ഉള്ളത് കുറച്ച് നമ്മൾ ഒരു ചോറുണ്ണുമ്പോൾ നല്ല 1-2 കറി മതി എന്ന് പറയാം. 100 കൂട്ടം കറികളും വെച്ചിട്ട് എന്ത് കഴിക്കും? അല്ലെങ്കിൽ അതും നല്ലതാണെങ്കിൽ അത് ഓടിക്കോളും. പക്ഷേ
ഇവിടെ ഒന്നോ രണ്ടോ കറി മതി. അത് തന്നെയാണ് ഈ ഒരു സിനിമയിലും നമുക്ക് കാണാൻ കഴിഞ്ഞാൽ. ഒന്നോ രണ്ടോ വളരെ കുറച്ച് ആളുകളെ വെച്ച് അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു സിനിമ ചെയ്ത് നല്ലതാക്കി കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. തുടർന്നും പ്രതീക്ഷിക്കുകയാണ് ഇതുപോലെയുള്ള നല്ല സിനിമകൾ തുടരും എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം, സബ്സ്ക്രൈബ് ചെയ്തു തരാം. ലാൽ സലാം.